അതായത് നമ്മുടേത് അത്രക്ക് ഗംഭീരമായിട്ടും കൃത്യവുമായിട്ടാണ് ഈ കോവിഡ് രോഗത്തിൻ്റെ ട്രാക്കിംഗ് നമ്മൾ നടത്തിയത്. ആർക്കൊക്കെ രോഗമുണ്ട്, എത്ര പേർക്ക് എവിടെ എങ്ങനെയൊക്കെയുണ്ട്, എത്ര പേർക്ക് പടരാൻ സാധ്യതയുണ്ട്, എത്ര പേർ രോഗം മൂലം മരിച്ചിട്ടുണ്ട്, അതിനൊക്കെ പ്രത്യേകമായ സംവിധാനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരും ലോകാരോഗ്യ സംഘടനയും ആ കോവിഡ് ബാധിച്ചുള്ള മരണം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ട് ഓരോ നമ്പരും കൃത്യമാക്കിയിട്ടായിരുന്നു ഒരു ഘട്ടം വരെ കേരളം പോയതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അക്കാലത്ത് നമ്മളെല്ലാം സജീവമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്, വളരെ നല്ല ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് അതിരൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും മറ്റും എല്ലാ ഭാഗത്തും വരികയും രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തും ഉള്ളതിനേക്കാൾ വലിയ തോതിൽ ഉയർന്നിട്ട് നമ്മുടെ മരണസംഖ്യ ഉയരുകയും ചെയ്തപ്പോൾ ഏതോ നിലക്ക് എന്തോ ഒരു ദുർബല നിമിഷത്തിൽ ഏതോ നിലക്ക് സംഭവിച്ചു പോയതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ കേന്ദ്രം കൂടെ ഒരല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ, എന്ന് വെച്ചാൽ നിർദ്ദേശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വന്ന പെശകായിരിക്കും. കാരണം അല്ലായിരുന്നുവെങ്കിൽ എത്ര മരണം കോവിഡ് മൂലമാണോ അത്ര തന്നെ മരണം രേഖപ്പെടുത്തപ്പെട്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ രാഷ്ട്രീയ സമ്മർദ്ദം കൂടെ മാധ്യമങ്ങളടക്കമുള്ളവർ വല്ലാതെ കേരളമാകെ മോശമാണ് എന്ന മട്ടിൽ ഏൽപ്പിച്ച സമ്മർദ്ദം കൂടെ ഇതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. ഇത് ഗുജറാത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമാണ് ഹർഷൻ. ഇപ്പോൾ പറഞ്ഞല്ലോ 5812 കോവിഡ് മരണം മാത്രമാണ് അവർ കാണിച്ചത്. പക്ഷേ 44 ഇരട്ടി മരണം അവിടെ യഥാർത്ഥത്തിൽ കോവിഡിൻ്റെ പേരിലുണ്ടായി. 5812 എന്ന് അവരെഴുതി വെച്ചത് അതിൻ്റെ 44 ഇരട്ടിയായിട്ട് ലക്ഷക്കണക്കിന് മരണങ്ങളായിട്ട് പോയി. നമുക്കതറിയാമായിരുന്നു. ഈ യു പിയിലൊക്കെ ഈ ഗംഗയിലൊക്കെ ശവശരീരങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നു. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട് ഹർഷൻ. അതായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഈ കോവിഡ് മരണങ്ങളുടെ പട്ടിക വന്നപ്പോൾ, യഥാർത്ഥ കണക്കുകളുടെ പട്ടിക വന്നപ്പോൾ അതിലേറ്റവും സുതാര്യമായിട്ട് കണക്കുകൾ കാണിച്ച സംസ്ഥാനം, നമ്പർ 1 സംസ്ഥാനം കേരളമായത്? അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിനോട് പ്രതികരിച്ച രീതി കൊണ്ടാണ്. ഞാൻ പറയുന്നത് സർക്കാർ മാത്രമല്ല, അതിൽ 90% സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പ് സംവിധാനങ്ങളുടെയും മേൽക്കൈ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ പൊതുസമൂഹമാകെ തന്നെയും നമ്മുടെ പ്രതിപക്ഷമാകെ തന്നെയും തന്നെ നിന്നു എന്നാണ് ഞാൻ പറയുക. എല്ലായ്പ്പോഴും എല്ലാത്തിനുമുള്ള ക്രെഡിറ്റ് സർക്കാരിന് കൊടുക്കുക എന്നത് ഭാവിയിൽ ഈ കോവിഡും കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്നതുകൊണ്ട് പ്രതിപക്ഷത്തുള്ള ആളുകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൊതുവിൽ നമ്മുടെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ട്.